കോഴിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ നിന്നാണ് ഈ വീഡിയോ വരുന്നത്. ഇത് ഞങ്ങൾ കൃഷി ചെയ്ത വിത്ത് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന് കൃത്യമായിട്ടും മുളപ്പിച്ചെടുത്ത ഇന്നർമംഗള, മോഹിത് നഗർ, സൈഗോൺ, കാസർഗോഡ് ഇതെല്ലാം നല്ല തോട്ടങ്ങളിൽ നിന്ന് 30-40 ഏക്കറുള്ള തോട്ടങ്ങളിൽ നിന്ന് തന്നെ വിത്ത് ശേഖരിച്ച് കൃത്യമായിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ തൈകൾ കണ്ടില്ലേ, അതിൻ്റെ അതാണ് കണ്ടില്ലേ, നല്ല തൈകളാണ് കേട്ടോ. നല്ല ഇതിനുള്ളൊരു ഇതുണ്ടല്ലോ, ഇത് കല്ലവണ്ണം. ഇപ്പം തന്നെ ഈ 3 ഇലയായപ്പോൾ തന്നെ ഇതിൻ്റെ നല്ല വണ്ണമുള്ള തൈകളായി മാറി, നല്ല തൈയായിട്ട് അത് വരും കേട്ടോ. ഇത് ഞങ്ങൾ ചെയ്തത് കൃത്യമായിട്ടും ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇൻ്റർമംഗള ചെയ്തത് ഞങ്ങൾ പച്ച കവറിൽ തന്നെയാണ്. ഓരോന്നിനും ഓരോ കളറുകൾ കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, നല്ല പച്ച കവറിൽ. ഇത് മോഹിത് നഗറാണ് കേട്ടോ. മോഹിത് നഗറിന് ഒരു 1-2 തൈ എടുത്ത് കാണിച്ചു കൊടുക്കില്ലേ മറ്റേ, കണ്ടോ, മോഹിത് നഗറാണിത്. ശരിക്കും ഇലയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇലയായി കഴിഞ്ഞ് പെട്ടെന്ന് വളർച്ചയിലേക്ക് കഴിഞ്ഞ് കഴുങ്ങ് വരിക. ഇത് ഇന്നർമംഗളിനേക്കാളും കുറച്ചുകൂടി ഉയരം വരും കായ്ക്കുമ്പോൾ. നല്ല രീതി ഇതാ അതിൻ്റെ വേര് കണ്ടില്ലേ, ഈ വേരിപ്പോൾ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞ്, മണ്ണല്ല അത് ഷീറ്റാണ്, ഈ ഷീറ്റിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ നിന്നാൽ തന്നെ ഇതൊരു മാസം കൊണ്ട് നല്ല വളർച്ചയുള്ള നല്ല വണ്ണുള്ള കഴുങ്ങ് തൈയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പം തന്നെ ഇതാ മുളച്ച് 3 ഇലയായപ്പോഴേക്കും തന്നെ എങ്ങനെയാണ് കാണുന്നത് കേട്ടോ, നല്ല തൈകളാണ്. ഇത് സൈഗോണാണ് കേട്ടോ. ഇത് നല്ല ഇനം കഴുങ്ങ, നന്നായിട്ട് കായ്ക്കും, നിറയെ കായ ഉണ്ടാവും. കഴുങ്ങ് ലേശം വലുപ്പം വരുന്നത്, നല്ല വണ്ണുള്ള കഴുങ്ങായിട്ടാണ് വരുന്നത്. അതിൽ 2 തൈ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്താൽ നിമിഷം. നല്ല തൈകളാട്ടോ കണ്ടില്ലേ. ഇത് ഞങ്ങൾ വെച്ചത് 6-8 കവർ, വലിയ കവറിലാണ്. നല്ലിനം തൈയാണ് ഇത്. ഞങ്ങൾ കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ട് എടുത്ത ഒരു സാധനമാണ്. നന്നായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞെല്ലാം കൊടുത്തത് ഞങ്ങളെടുത്ത് അവിടെയൊക്കെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ നല്ല വളർച്ചയാണ് കാണിക്കുന്നത്. നല്ല തോട്ടമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇനം കൂടിയാണ്. ഇത് നല്ല കണ്ടില്ലേ, ഇതിപ്പോൾ 2 മാസം ആയിട്ടില്ല. ഇതിന് പെട്ടെന്നൊരു വളർച്ചേന് വരാണ്ട്. ഇതിൻ്റെ അടി ആണുള്ളൂ. ഇത് ഇനി 2 മാസം കഴിയുന്നതോടുകൂടി തന്നെ ഇവിടെ തന്നെ കൊണ്ടുപോകുമ്പോഴേക്കും ഞങ്ങൾ ശരിക്കും ഇത് ജൂൺ 15-ാം തീയതിക്ക് കൊടുക്കത്തക്ക രീതിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. ഇതിപ്പം ഇപ്രാവശ്യം എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം തന്നെ കഴുകുന്നതിലേക്ക് വേണ്ടി ഇവിടെ നിരന്തരം വന്നു പോവുകയാണ്. നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് സൈഗോണാണ്. സൈഗോൺ 6-8 കവറിലാണ്. ഇതൊക്കെ കവർ വെവ്വേറെ തന്നെ അറിയാം കേട്ടോ. മറ്റേത് പച്ച കവറാണ്, ഇൻ്റർമംഗള പച്ചയാണ്, മോഹിത് നഗർ നീല കവറാണ്, ഇത് കാസർഗോഡൻ കറുപ്പാണ്, ഇത് 6-8 ഓരോന്നും കവറിൽ വ്യത്യസ്ത കവറിലാണ് കാണുക. കാസർഗോഡിൻ്റെ തൈകളാണ് കേട്ടോ. കാസർഗോഡിൻ്റെ തൈകൾ ഞങ്ങളടുത്ത് ഒരുപാട് ഇനങ്ങളുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലിയ തൈയാണ്. ഇത് അവിടെയൊക്കെ തൈകളുണ്ട് കാസർഗോഡ്. ഈ കാണുന്നത് കഴിഞ്ഞ വർഷത്തെ കാസർഗോഡിനാണ്. ആരെങ്കിലും വലിയ തൈകൾ വേണ്ട, ഇവിടെ ഞങ്ങൾക്ക് നന്നായിട്ട് വലിയ തൈകൾ ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വലിയ തൈകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ചെറിയ തൈകൾ ഇപ്പോൾ അവിടെ ഒരു 30,000 അടക്ക കൂടി ചെറിയ തൈകൾ ഇപ്പോൾ ഞങ്ങളവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു ജൂൺ മാസം പകുതി ആകുമ്പോഴേക്ക് കൊടുക്കത്തക്ക രീതി തന്നെയാണ്. ആ സമയമൊക്കെ ആകുമ്പോഴത്തേനാണ് കൂടുതൽ തൈകൾ ഞങ്ങൾ ചോദിച്ച് വരാറുള്ളത്. അതിന് കണക്കാക്കിയാണ് ഇട്ടത്. ഇതൊക്കെ തന്നെ ഇപ്പം തന്നെ ആളുകൾ വരുന്നതുകൊണ്ട് ഇതൊക്കെ കൊടുക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടില്ലേ, കാസർഗോഡ് നല്ല തയ്യാണ്, കാസർഗോഡാണിത്. ആ കാസർഗോഡിൻ്റെ സ്വഭാവം ഇപ്പം തന്നെ കാണിക്കണ്ടല്ലോ. ഇത് മറ്റേ ഇപ്പം കഴിഞ്ഞാലൊക്കെ വീഡിയോ കണ്ട് പതിഞ്ഞ് നിൽക്കുന്ന തൈകൾ, ഇത് കുറച്ച് നീളം വരുന്ന സൈസ് തൈകൾ. അതിൻ്റെ കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകതയാണിത്. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാടൻ കഴുങ്ങിന് തുല്യമായിട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ല ഇനം കാസർഗോഡ്. ഞങ്ങൾ നല്ല തോട്ടത്തിൽ പോയി കൃത്യമായും സെലക്ട് ചെയ്തതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, കഴുങ്ങിന് നന നിർബന്ധമാണ്. നനയില്ലാതെ മലൻ്റെ മുകളിലൊക്കെ കഴുങ്ങുകൊണ്ടേ കുഴിച്ചിട്ടാൽ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നതിലുപരി നന കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കഴുങ്ങ് കൃഷി ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ വേനൽ ബാധിക്കുന്ന ഒരു ഇനം കഴുങ്ങാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാവണം നമ്മൾ കൃഷിയിലേക്ക് പോകേണ്ടത് കേട്ടോ. ഇത് ഒരു പുതിയ ഇനം കഴുങ്ങ് തൈ കേട്ടോ. തനിക്കുള്ളൻ ഇരാഹള്ളി വീടിൻ്റെ മുന്നിലൊക്കെ വെക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഇത് കുറച്ച് മുന്നേ ഇതിന് 2,500-3,000 രൂപക്കൊക്കെ വിൽപ്പന ഉണ്ടായിരുന്നു. ഇപ്പോൾ 750 രൂപയ്ക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെ തൈ ഉണ്ട് ഇവിടെ. വിത്തടക്കുണ്ട്. ഞാൻ ഇന്ന് വിത്തടക്കെടുത്ത് ഉണ്ടാക്കുന്നതാണ്. 750 രൂപയ്ക്ക് ഇത്തരം തൈകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആദ്യം ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നൊക്കെ അന്ന് 2,000-2,500 ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങൾ ഇവിടെ നട്ടതിന് 2,500 കൊണ്ടുവന്ന തൈ നട്ടതാണ്. ഇപ്പോൾ ഞങ്ങളടുത്ത് വിത്തടക്കുണ്ട്. അതുകൊണ്ട് വളരെ ചെറിയ റേറ്റിന് ഇത് കൊടുക്കാൻ കഴിയും. ഇതൊക്കെ അതിൻ്റെ ഒറിജിനലാണ്. ഇത് അതിന് മറ്റൊരു കഴുകിൽ നിന്ന് പരാഗണം നടന്ന് അതിൻ്റെ ഇടയിൽ തന്നെ രൂപപ്പെട്ട് വന്നൊരു ഇനാണത്. റേറ്റിൽ കൊടുക്കുന്നത് ഇൻ്റർമംഗള, മോഹിത് നഗർ 30 രൂപയ്ക്കാണ്, കാസർഗോഡ് 28 രൂപയാണ്, സൈഗോൺ 40 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സൈഗോൺ ചെയ്തത് 6-8 വലിയ കവറിലാണ്. പിന്നെ കാസർഗോഡൻ ചെയ്തത് ഇത് കറുപ്പ് കവറാണ്, ബ്ലാക്കാണ്. അപ്പോൾ അത് ഓരോ ഇനം എന്താ പറയുക, ഞങ്ങളെടുത്തുനിന്ന് പോലും ഒരു തൈ മാറിപ്പോകാൻ പാടില്ല. ഒരു ആൾക്ക് കൊടുക്കുന്ന ഇൻ്റർമംഗള എന്ന് പറഞ്ഞ് കൊടുക്കുന്ന തൈ കാസർഗോഡിനോ അല്ലെങ്കിൽ കാസർഗോഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് മോഹിത് നഗറോ ആയി മാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ടും കവർ ആ രീതിയിൽ ചേഞ്ച് ചെയ്ത് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്.
ഒരിക്കലും ഒരു ആൾ കൊണ്ടുപോയി വെക്കുന്ന ഒരു തൈയിൽ പോലും മാറ്റം വരരുത് എന്ന് ഞങ്ങൾ കാലങ്ങളായിട്ട് ചിന്തിക്കുന്നതാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് കഴുങ്ങൻ തൈ കൊണ്ടുപോയ പല ആളുകൾക്കും വലിയ തോട്ടങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് തന്നെ പലപ്പോഴും അത്ഭുതം തോന്നുന്ന അനുഭവങ്ങളുണ്ട് കേട്ടോ. 2.5 വർഷം കൊണ്ട് കായ്ച്ച് അതിൻ്റെ ഫോട്ടോ ആയിട്ട് ഇവിടെ വന്ന് ഞങ്ങളോട് വീഡിയോ എടുക്കാൻ വരികയെന്ന് പറയുന്ന കർഷകരെ ഞങ്ങൾ ഇഷ്ടംപോലെ കാണുക. കാരണം അതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന തൈയിന് ആളുകൾ അതിൻ്റെ കൂടെ ജീവിക്കുകയാണ്. കാരണം ജീവിതം അതിൻ്റെ കൂടേക്ക് മാറ്റുക. ഞാൻ ഒരാളോട് ഒരു കർഷകനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. 2.5 വർഷം കൊണ്ട് കായ്ച്ച് വീഡിയോ ആയിട്ട് അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് വന്നപ്പോൾ നിങ്ങൾ എങ്ങനെ കായ്ച്ച് എന്ന് ചോദിച്ചു. അയാൾ പറയുന്നത് എനിക്ക് 3-4 പശുക്കളുണ്ട്, അതിൻ്റെ ചാണകം മൂത്രം അതുപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് തരുന്ന എല്ലുപൊടി വേപ്പ് പിണ്ണാക്ക് ജൈവപൊട്ടാഷ് ഇത് കൃത്യമായി കൊടുത്തു പോയതുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞ് കഴിച്ചത് എന്ന് അയാൾ തീർത്ത് പറയാണ്. അത്തരം ആളുകൾ നമ്പറൊക്കെ ഞങ്ങൾ തന്നെ തരട്ടോ. നിങ്ങൾക്ക് നേരിട്ട് ആ തോട്ടം പോയി കാണാം. ഞങ്ങളുടെ അടുത്തുനിന്ന് തൈ വാങ്ങി വെക്കുമ്പോൾ അത്തരം കർഷകരെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കൃഷി ചെയ്യാൻ കഴിയും. അവരെ അനുഭവങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് കൃഷി ചെയ്യാനുള്ള സാഹചര്യം കൂടി ഞങ്ങൾ ഒരുക്കി തരും. ഞങ്ങളുടെ അടുത്ത് 1 ലക്ഷത്തോളം തൈകളിപ്പം ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് കഴിയും. ഇൻ്റർമംഗളുടെ നല്ല നല്ല തൈകളാണ്. ഇതിപ്പോൾ ഒരു സംശയം വേണ്ട. ഈ തൈയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നല്ല വണ്ണമുള്ള നല്ല കരുത്തുള്ള തൈയാണ് കേട്ടോ. അതൊക്കെ തന്നെ നല്ല ഇപ്പം തന്നെ ഇലയിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മാറി ഇതിൻ്റെ ഇല വിരിഞ്ഞ് കഴിഞ്ഞ് ഇനി അടുത്ത ഇല പൂർണ്ണമായിട്ട് ഇലയിലേക്ക് തന്നെ വരാൻ പോകുന്നത്. അപ്പം അത്രയും നല്ല തൈകളാണ്. ഇത്തരം തൈകൾ ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പം കഴുങ്ങൻ തൈ ഉണ്ടോ എന്നുള്ള അന്വേഷണം ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളിത് ഒന്ന് വലുതായിട്ട് കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇവർ നിന്നത്. ഇൻ്റർമംഗള, മോഹിത് നഗർ, സൈഗോൺ, കാസർഗോഡ് ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിലവിലുണ്ട് കേട്ടോ. ഇൻ്റർമംഗള ഉയരം കുറഞ്ഞ കഴുങ്ങാണ്. കുള്ളം കഴുങ്ങ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. കുള്ളം കഴുങ്ങ് എന്ന് അറിയപ്പെടുന്ന കഴുങ്ങാണിത്. ഇത് ഉയരം കുറഞ്ഞിട്ട് തന്നെ വളരെ ഉയരക്കുറവിൽ തന്നെ കായ്ക്കും. ഒരു 1.5 മീറ്റർ വരുന്നതോടുകൂടി തന്നെ ഇത് കായലിക്കാണ് വരുന്നത്. 1 മീറ്ററിൻ്റെ ചില ആളുകൾക്ക് ചിലത് അതിനേക്കാളും നേരത്തെ കായ്ക്കുന്നതായിട്ട് കാണാണ്ട് 1.5 മീറ്ററിൻ്റെക്ക് വരുന്നതിൻ്റെ ഒക്കെ മുന്നേ ഇത് കായൽ എന്താണേലും കായ കാണും. ഒരു 3 വർഷം കൊണ്ട് എന്താണേലും കായ്ക്കും. കൃത്യമായിട്ട് വളപ്രയോഗം വേണം കേട്ടോ ഇതിന്. കാരണം നമ്മളവിടെ കൊണ്ടുപോയി ഇതൊക്കെ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ മണ്ണിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതല്ല. നല്ല കുഴിയെടുത്ത് കുഴിയിൽ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ജൈവപൊട്ടാഷ്, ചാണകപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർത്ത് അത് എന്നിട്ട് നല്ല മണ്ണ് ഇളക്കി ചേർത്തതിന് ശേഷം കൃത്യമായിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇത് തൈ വെക്കണം. പിന്നെ ഇത് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ടൊരു അനുഭവം കൂടി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 മീറ്ററിൽ തൈ വെച്ച ചില ആളുകളൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഞാൻ അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ സമയവും നമ്മളെ പൈസ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. ഇത് വെക്കുമ്പോൾ 2 മീറ്റർ 80 സെൻറ്റിമീറ്റർ അകലത്തിൽ തന്നെ വെക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം അത് 1.40 ഒന്നിൻ്റെ പട്ട അങ്ങോട്ട് വരും, അവിടുന്ന് ഒന്നിൻ്റെ പട്ട 1.40 എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ 2.80 ഏറ്റവും ചുരുങ്ങിയത് ചെയ്താലേ ഇത് നല്ല രീതിയിൽ കൃഷി എന്നുള്ള രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ അതിനേക്കാളും ചുരുക്കിത് വെച്ച് കഴിഞ്ഞാൽ ആ മരം നീളം വെച്ച് പോകും എന്ന് മാത്രമല്ല അതിൻ്റെ മുകളിൽ അടക്ക വേണ്ടത്ര ഉണ്ടാവില്ല. പരാജയത്തിലേക്കാണ് അത് പോവുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഓരോ സാധനം കൃഷിയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ 1-2 തൈ കൊണ്ടുപോയി വെക്കുമ്പോൾ എവിടെയും വെക്കാം. അതേസമയത്ത് വീടിൻ്റെ പരിസരത്ത് 5 സെൻറ്റ് 10 സെൻറ്റിലൊക്കെ കൊണ്ടുപോയി വെക്കുന്നവർക്ക് അതിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കട്ടോ, ഇടവിട്ട് കൊടുക്കാം. തോട്ടമായിട്ട് ആര് ചെയ്യുകയാണെങ്കിലും തോട്ടമായിട്ട് ചെയ്യാനാണ് ഇവിടുന്ന് ഞങ്ങളുടെ അടുത്ത് അധികം തൈകൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. തോട്ടമായിട്ട് ചെയ്യുകയാണെങ്കിൽ 2 മീറ്ററോ 80 സെൻറ്റിമീറ്ററോ അകലം കൊടുത്തുകൊണ്ട് മാത്രം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. ഈ കവുങ്ങിനെ നമ്മൾ കാണുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നന കൊടുക്കണം. വേനലിൽ നന്നായിട്ട് നന കൊടുക്കണം. ഈ വേനലിൽ ഏറ്റവും ആദ്യം വേനൽ ബാധിക്കുന്നൊരു സാധനമാണ് കവുങ്ങ്. അതിനുള്ളൊരു കാരണം അതിൻ്റെ വേര് മുകൾ കൂടെയാണ് സഞ്ചരിക്കുന്നത്. കീഴ്പ്പെട്ട് വല്ലാതെ പോവില്ല, മുകൾ ഭാഗത്ത് കൂടെയാണ് അതിൻ്റെ വേരിൻ്റെ യാത്ര. അതുകൊണ്ട് തന്നെ കഴുങ്ങിനെ ഒരിക്കലും നമ്മൾ തടം തുറന്ന് വളരുക എന്നുള്ള പ്രക്രിയയിലേക്ക് പോകരുത്. ഇവിടെ വരുന്ന പല ആളുകളും ഞാൻ തടം തുറന്ന് വെച്ചിട്ടുണ്ട്, എനിക്ക് വളം വേണമെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോലാണ്. കാരണം എന്താ പറഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ കൊത്തി മുറിച്ചല്ലോ എന്ന് തോന്നിപ്പോവും. ഞാൻ പല ആളുകളോട് തിരിച്ച് പറയാറാണ്. ഇപ്പം പല ആളുകളെയും കാണുമ്പോൾ തോട്ടമുള്ളവരോടൊക്കെ പറയാറുണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. അപ്പം എന്താ പറഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് വളമിട്ട് കൊടുക്കുക. ഇതിന് കഴുങ്ങിൻ്റെ ആ മുകളിൽ വരുന്ന വേരിൻ്റെ മുകളിലേക്ക് ചെറുവേരുകൾ കാണാം. അതാണ് വളം വലിച്ചെടുക്കുന്ന വേരുകൾ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വളം വന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് വളം മുരട്ടിടാതെ ലേശം അകലത്തിലിട്ട് നന്നായിട്ട് നനയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ വളം പെട്ടെന്ന് വലിച്ചെടുക്കും. ഈ സൂപ്പർ മില്ല് എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ജൈവപൊട്ടാഷൊക്കെ കൊടുക്കുമ്പോൾ 1 വർഷം കൊണ്ട് തന്നെ കാണാണ്ടിട്ട് ആ കഴുക് പെട്ടെന്നിട്ട് മാറുന്നത് കാണാം. അതുപോലെ തന്നെ അടക്ക കുറഞ്ഞ കഴുങ്ങിന് മുകളിൽ പോലും നന്നായിട്ട് അടക്ക ഉണ്ടാവുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ വളപ്രയോഗം വളരെ സജീവമാകണം. ഈ അടക്കയ്ക്ക് ഏറ്റവും നല്ല വിലയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇത് കൃഷി ചെയ്യുന്ന ആളുകൾ വളരെ ജാഗ്രതയോട് കൂടി തന്നെ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ പോകണം. ഇത് കൃഷി അവിടെ നമ്മൾ കൊണ്ടുപോയി നട്ടിട്ട് 4, 5, 6 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കുണ്ടായാൽ മതി എന്നുള്ള രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് നട്ടാൽ 2.5 വർഷം കൊണ്ട് തന്നെ ഇതുമ്പോൾ കായ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമ്മൾ പണിയെടുത്താൽ 3-ാമത്തെ വർഷം നിങ്ങൾക്ക് അടക്ക പറിക്കാൻ കഴിയട്ടെ. ഇന്ന്
ഉറപ്പിച്ച് കൊണ്ടുപോകാം. ഞങ്ങൾ നമ്പറിൽ ബന്ധപ്പെടേണ്ട നമ്പർ പറയാം, 80 78 160 440. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കിട്ടും.